ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്. ഇവിടെ അടുത്ത് തന്നെ ഹാൻഡ് വീവിൻ്റെ ഒരു തുണി നെയ്യുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇനി ചക്ക എന്ന് പറയൂലേ ഈ സാധനത്തിന്? നമ്മൾ ഗാന്ധിജി ചക്ക നോക്കുന്നുണ്ടല്ലോ പറയുന്നത്, ഇങ്ങനെ അല്ല ഗാന്ധിജീനെ കൊണ്ട് നമ്മൾ പറയില്ല ചക്കയിൽ ഇങ്ങനെ കാണിക്കുന്ന പിക്ചർ ഇതിനെപ്പോ എന്താ പറയുക? ഇവിടുത്തെ ഭാഷയിൽ പറയുമ്പോ ചർക്കാന്ന് തന്നെ പറയാ. ചർക്കാന്ന് പറയും. പണ്ടൊക്കെ ഗാന്ധിജി ചർക്കയിൽ നൂൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചർക്കയിൽ നൂൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന് നെല്ലി എന്ന് പറയും. ഇതിലാണ് നൂൽ 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 കോർക്കുക എന്നും കൂടി പറയല്ലേ, അങ്ങനെയും പറയൂലേ? നൂൽ കോർക്കുക നൂൽ ചുറ്റുക എന്ന് പറയൂ. അപ്പൊ നമുക്ക് ചർക്കയിൽ നൂൽ നിൽക്കുന്നതൊന്ന് കാണാം. ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ നൂല് പൊട്ടിപ്പോയി. ഇതിങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അല്ല ഏകദേശം കറക്റ്റ് അല്ലേ ഞാൻ ചുറ്റുന്നേ? എല്ലാ ചെറിയ ചെറിയ ജോലികളും ചെയ്ത് ശീലമുണ്ട്. ഇതിപ്പോ ഈനെന്താ പറയുക ആ വെള്ള നൂല് ചുറ്റിയന്? അതിന് നൂല് പിടുത്തലാന്നാ? ഓ എന്നാ അമ്മ പറഞ്ഞ കറക്റ്റാ. നെല്ലി ഇതില് നെല്ലി ചുറ്റിക്കും. അമ്മക്ക് അവാർഡ് കൊടുത്തോ? എന്താ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചർക്കയിൽ നൂൽ നൂൽക്കുകയാണ്. അപ്പൊ അമ്മ ഇത് പറഞ്ഞ ഇതെന്നാന്ന് ഒന്ന് നെല്ലി ചുറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. അമ്മ പഴയ ഓർമ്മ പുതുക്കുകയാണ്. അമ്മക്ക് പിന്നെ പണ്ടേ ശീലമാണ് ഇങ്ങനെയൊക്കെ നല്ലിയൊക്കെ ചുറ്റിയിട്ട്. കണ്ടാ അമ്മ നല്ല രീതിയിൽ ചുറ്റുന്നുണ്ടല്ലോ. അമ്മ ഇതില് പ്രൊഫഷണലാ, എക്സ്പെർട്ടാ അല്ലമ്മേ? ആ ഒരു നല്ലിക്ക് 1 രൂപയാ 2 രൂപയാ എത്രയാണ് കൂലി? നെല്ലി ഒരു നെല്ലി വിറ്റാൽ ഇത്ര തന്നില്ലേ? ഓ ഓ അങ്ങനെ. ഇത് നെല്ലിയാണ്. ഇതിലാണ് നൂല് ചുറ്റുക. നൂല് ചുറ്റിയതിന് ശേഷമുള്ള കാഴ്ചയാണിത്. ഈ നൂലിങ്ങനെ ചുറ്റി ഇങ്ങനെ അതിലേക്ക് പോകും അല്ലേ? ഇത് പാവ് എന്നതിന് പറയാ? അതപ്പോ നമുക്കിതിനെ പറ്റി അറിയില്ലല്ലോ. ഇത് പാവ് പിന്നെ എന്താവും? തുണിയാവും. ആ അതിനിടയ്ക്ക് ഇടുക്കിലെ കുട്ടിയെല്ലാം കുറെ കാര്യത്തിൽ ഇങ്ങോട്ട് വരണം, അല്ലാതെ തുണിയാവും. അത് ഈ നൂലിങ്ങനെ ഈ ചോട്ടിലെ കുട്ടി തന്നെ വരണം. ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊന്തിയിട്ട് ഈ തുണിയിൽ ഇതിങ്ങ് പൊന്തിയിട്ടുണ്ടാവും. ഓ അങ്ങനെയാണ് തുണിയിൽ നൂല് പൊന്തുന്നേ അല്ലേ? അപ്പൊ തുണിയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്ന അങ്ങനെയായിരിക്കും. ഡാമേജ് ആയിട്ട് വരിക തുണി. നമ്മളിപ്പം പിടിയെല്ലാം പോയാൽ തുണി നോക്കിയിട്ടാകുമ്പോ ഓരോ ഇങ്ങനെ തുണി ക്വാളിറ്റി ഇല്ലാന്ന് പറയൂ അല്ലേ? പൊട്ടിപ്പോയാൽ ഇതിങ്ങനെ പൊന്തി പോവും. അപ്പൊ ഈ പൊന്തിയ നൂല് നമ്മൾ നെയ്യുമ്പോ ഇങ്ങനെ നെയ്യും നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ തന്നെ ഇത് ഈ തുണിയിൽ പൊന്തിയിട്ടാ വരിക. അപ്പൊ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം അല്ലേ അടിക്കുമ്പോ? അതപ്പോഴും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണിയിൽ തിരിയുമ്പോ അപ്പോഴും നിർത്തിയിട്ട് അതിലും കെട്ടണമല്ലേ കഴിഞ്ഞിട്ട്. അമ്മ പണ്ട് ഒറ്റയോടെ നെയ്തതല്ലേ അല്ലേ? ആ
ശരിക്കും ഇത് കാണുമ്പോൾ നമുക്കൊരു രസമുള്ള ഒരു കാഴ്ചയാണ് അല്ലേ? നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ഞാനില്ല എന്നാ ഇതിങ്ങനെ പോകുന്ന കാണാൻ എനിക്ക് ഭയങ്കര രസം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാനത് നോക്കിയിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ എന്താ ഈ ഓടം പോകുന്നത് തന്നെ നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല അല്ലേ? അത്ര സ്പീഡിലാണ് പോകുന്നത്. ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനനുസരിച്ച് ഉണ്ടോ തുണി സെറ്റായി വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. പക്ഷെ ഇതെല്ലാത്തിനും പറ്റൂ. അങ്ങനെ പിന്നെ കുട്ടികളെ പെറ്റിക്കോട്ടിന്റെ അടിക്കാൻ നേരിയ കോട്ടന്റെ തുണിയാണ്. അപ്പൊ ഇത് ഹാൻഡ് വീവിന്റെ തുണിയല്ലേ? അതിമനോഹരമായൊരു നെയ്ത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.